എൻ്റെ ഒരു നോട്ടത്തിൽ ഒരു ബിസിനസ് തുടങ്ങാൻ മിക്കവരെ കൊണ്ടും പറ്റും, ബിസിനസ് പൂട്ടിക്കെട്ടാൻ എല്ലാവരെ കൊണ്ടും പറ്റും. പക്ഷേ ഒരു ബിസിനസ് കൊണ്ടു നടക്കാൻ അത് ചിലരെ കൊണ്ടേ പറ്റും. അങ്ങനത്തെ ചിലരിൽ ഒരാളാകാൻ പറ്റുന്നിടത്താണ് നമ്മുടെ വിജയമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലെ വൈകുന്നേരം 3 മണിക്ക് ചെല്ലാനം കടപ്പുറത്ത് കിട്ടിയ മീൻ ഇന്ന് രാവിലെ 10 മണിക്ക് മുമ്പ് എൻ്റെ ഡൽഹിയിലെ കസ്റ്റമറുടെ വീട്ടിലെത്തി. അത്രയും വേഗത്തിൽ കടലിക്കുള്ളിൽ പോലും മീൻ സഞ്ചരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിദ്യാഭ്യാസ മേഖല അടിമുടി മാറണം, കാലത്തിനനുസരിച്ച് മാറണം, ആവശ്യത്തിനനുസരിച്ച് മാറണം. അങ്ങനെയുള്ളവരെ എവിടെയോ വെച്ച് വേർതിരിക്കേണ്ടതുണ്ട്. അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. മലയാളി സക്സസ് സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ യാത്രയെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, വായനയെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തി, അങ്ങനെയൊക്കെ നിരവധി മേഖലകളിൽ നമുക്ക് പറയാവുന്ന ഒരു വ്യക്തിത്വമാണ് ഇന്ന് സക്സസ് സ്റ്റോറിയിൽ നമുക്ക് കൂടെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസുകളും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെല്ലാം ഷെയർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് മറ്റാരുമല്ല, ഫ്രഷ് ടു ഹോമിൻ്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറും കോ ഫൗണ്ടറുമായിട്ടുള്ള മാത്യു ജോസഫ് സാറാണ്. സാർ നമസ്കാരം. ഫ്രഷ് ടു ഹോം എന്ന് പറയുന്ന ആ വേർഡിൽ തന്നെ ഫ്രഷ്നെസ്സും ആ ഒരു ബിസിനസ്സും എല്ലാം ഉണ്ട്. എങ്ങനെയാണ് ഫ്രഷ് ടു ഹോം എന്ന് പറയുന്ന ഇത്രയും വലിയൊരു സംരംഭത്തിലേക്ക് എത്തുന്നത്? ഒരു വലിയ കഥയാണ്. അതെ. എന്നാലും നമുക്കുള്ളൊരു ഇഷ്ടമുണ്ടല്ലോ, എല്ലാ മനുഷ്യർക്കും ഉള്ളൊരു ഇഷ്ടം എന്തിനോടെങ്കിലും ഉണ്ടാവും. നമുക്ക് പാഷൻ എന്ന് വിളിക്കാം. എൻ്റെ ഒരു പാഷനിൽ നിന്നാണ് ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം. പക്ഷേ ഇന്ന് നിങ്ങൾ കാണുന്ന ഫ്രഷ് ടു ഹോം എന്ന് പറയുന്നത് എൻ്റെ ഒരു പാഷൻ മാത്രമല്ല, എൻ്റെ കൂടെയുള്ള കോ ഫൗണ്ടേഴ്സ് ഉണ്ട്. പ്രത്യേകിച്ച് എൻ്റെ CEO ഷാൻ കടവിലടക്കമുള്ള ഞങ്ങളുടെ ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ വിജയമാണ് ഇന്ന് നിങ്ങൾ കാണുന്ന ഫ്രഷ് ടു ഹോം. വേണമെങ്കിൽ ഒരു ടീം വർക്ക് എന്ന് പറയാം. ആ ടീം വർക്കിൻ്റെ ബാക്കി പത്രമാണ് ഈ ഫ്രഷ് ടു ഹോമിൻ്റെ എല്ലാത്തിനും കാരണം. അതെ, ഇനി ഫ്രഷ് ടു ഹോം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ടീം വർക്കാണ്, അല്ലെങ്കിൽ അതിലൊരു സക്സസ് എല്ലാം ഉണ്ട്. പക്ഷേ ഫ്രഷ് ടു ഹോമിൻ്റെ ഏറ്റവും വലിയൊരു സക്സസ് എന്ന് പറയുമ്പം സാറിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് അതിനെ പറയുന്നത്? നമ്മളെപ്പോഴും ഒരു ബിസിനസ് തുടങ്ങാൻ ഇറങ്ങുമ്പോഴേ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കണം നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ സീറ്റ് ഹോം എന്നാണ് ആദ്യം അതിൻ്റെ പേര്. ഞാൻ സീറ്റ് ഹോമായിട്ട് 2012 വരുമ്പോൾ എൻ്റെ പാഷൻ, എൻ്റെ ഇഷ്ടം, എൻ്റെ ആവശ്യമൊക്കെ ആയിരുന്നു എൻ്റെ ബിസിനസ്. പക്ഷെ അതുകൊണ്ട് ഈ ജനങ്ങളത് ഏറ്റെടുക്കണമെന്നില്ല. ജനങ്ങൾ ഏറ്റെടുക്കണമെങ്കിൽ ഏതെങ്കിലും അവർ ഫേസ് ചെയ്യുന്ന ഏതോ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആയിരിക്കണം അത്. അപ്പോൾ ഞാനിത് ഇറങ്ങുമ്പോൾ ഇവിടുത്തെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്ത്യയിൽ കാത്തിരുന്നു. ഈ മാർക്കറ്റിൽ പോയി അല്ലെ കടപ്പുറത്ത് പോയി കഷ്ടപ്പെട്ട് മേടിക്കുന്നതിന് പകരം ഉത്തരവാദിത്തോടെ എൻ്റെ വീട്ടുമുറ്റത്ത് എനിക്ക് 1 കിലോ മീൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നൊരു വലിയ ജനസമൂഹം അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ ഐഡിയ 2012 അവരുടെ മുമ്പിലേക്ക് വെച്ചപ്പോൾ അതിനെ അവർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായത്. അല്ലാതെ എൻ്റെ ഒരു ഇഷ്ടം മാത്രം ഈ ജനം മുഴുവൻ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ ബിസിനസ് തുടങ്ങുമ്പോഴും നമ്മുടെ ഐഡിയ എത്ര പേർ അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ്. എങ്ങനെയാണ്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഫ്രഷ്നെസ് എന്ന് പറയുന്ന ഒരു വേർഡിൽ തന്നെ ഉണ്ട്. അപ്പം മീൻ എന്ന് പറയുമ്പം നമുക്ക് ആളുകളിലേക്ക് എത്തിക്കുന്നതിലൊരു പരിമിതിയുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇത്ര ദൂരം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത്തരത്തിൽ ഈ ഒരു ബിസിനസ്സിന് ഇത്രയും വളർത്താനായിട്ടുള്ളൊരു റിസ്ക്, സ്വാഭാവികമായിട്ടും മീൻ എല്ലായിടത്തും കൊടുക്കുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മീറ്റ് എല്ലായിടത്തും കൊടുക്കുക എന്ന് പറയുമ്പം കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ പറയാം അതിനൊരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിനൊരു ഏരിയ ഉണ്ട്. ആ ഏരിയനെ എപ്പോഴാണ് അതിനെ അങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് ആ ഒരു ഒബ്സ്റ്റക്കിളെ മൊത്തം അങ്ങോട്ട് മാറ്റി പോവാമെന്നുള്ള ഒരു ചിന്ത? ഞാൻ സീറ്റ് ഹോം തുടങ്ങിയത് തന്നെ ഡൽഹി, ബാംഗ്ലൂർ, കൊച്ചി, തിരുവനന്തപുരം 4 സിറ്റികളായിട്ട് സ്റ്റാർട്ട് ചെയ്ത്. അതെ, തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ് തുടക്കം തന്നെ. അന്ന് പക്ഷേ ഇന്ന് കാണുന്ന ഇത്രയും ടീമിൻ്റെ വർക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഘമൊന്നും ഇല്ല എൻ്റെ കയ്യിൽ. ഞാൻ ഒറ്റയ്ക്കുള്ള ഏകാംഗ കമ്മീഷൻ പരിപാടിയാണ്. പക്ഷെ ഞാൻ അന്ന് കണ്ടതിൽ മീനിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള നല്ല മീൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ജനസമൂഹത്തിൻ്റെ കൂടുതൽ നമ്പറും കേരളത്തിന് പുറത്തെ ആൾക്കാരാണ് കൂടുതൽ കാത്തിരിക്കുന്നത്. കേരളത്തിൽ ഒരുപക്ഷെ അവൈലബിലിറ്റിക്കുള്ള പല ചാൻസുകളുണ്ട് ഇവിടെ, പക്ഷേ അവിടെയുള്ളവർക്ക് ആ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം ഡൽഹിയും ബാംഗ്ലൂരും സ്റ്റാർട്ട് ചെയ്യാൻ കാരണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മൾ എന്തിലേക്ക് ഇറങ്ങണമെങ്കിലും നമ്മൾ എന്താണ് ചെയ്യുന്നത്, അത് ആരെയൊക്കെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമ്മളൊന്ന് പഠിച്ചിട്ട് വേണം അതിലേക്ക് ഇറങ്ങാൻ. ആ പഠനം കൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഡൽഹിയും ബാംഗ്ലൂരും സെലക്ട് ചെയ്തത്. അത് നല്ല രീതിയിലുള്ളൊരു സ്റ്റാർട്ടിങ് തന്നെയായിരുന്നു. തീർച്ചയായും. ഇന്നും ഫ്രഷ് ടു ഹോമിൻ്റെ വിജയം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ മീൻ സഞ്ചരിക്കുന്നത് ഫ്രഷ് ടു ഹോമിലൂടെയാണ്. ഇന്നലെ വൈകുന്നേരം 3 മണിക്ക് ചെല്ലാനം കടപ്പുറത്ത് കിട്ടിയ മീൻ ഇന്ന് രാവിലെ 10 മണിക്ക് മുമ്പ് എൻ്റെ ഡൽഹിയിലെ കസ്റ്റമറുടെ വീട്ടിലെത്തി. അത്രയും വേഗത്തിൽ കടലിക്കുള്ളിൽ പോലും മീൻ സഞ്ചരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും വേഗം ഞങ്ങളെല്ലാം ഫ്ലൈറ്റിലാണ് പോകുന്നത്. അപ്പോൾ അത്രയും വേഗത്തിൽ കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ടും ആ ഫ്രഷ്നെസ് കീപ്പ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടുമാണ് അത്രയും വേഗത്തിൽ ആൾക്കാർ ഞങ്ങളെ അക്സെപ്റ്റ് ചെയ്തത്. എന്നാലും സാറിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ കേരളത്തിൽ എത്രത്തോളം സാധ്യതയുണ്ട്
നമുക്ക് ഈ ഒരു ബിസിനസ് തുടങ്ങാനും അതിനെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട്? എൻ്റെ ഒരു നോട്ടത്തിൽ ഒരു ബിസിനസ് തുടങ്ങാൻ മിക്കവരെ കൊണ്ടും പറ്റും, ബിസിനസ് പൂട്ടിക്കെട്ടാൻ എല്ലാവരെ കൊണ്ടും പറ്റും. പക്ഷേ ഒരു ബിസിനസ് കൊണ്ടു നടക്കാൻ അത് ചിലരെ കൊണ്ടേ പറ്റും. അങ്ങനത്തെ ചിലരിൽ ഒരാളാകാൻ പറ്റുന്നിടത്താണ് നമ്മുടെ വിജയമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഏതൊരു ബിസിനസ് വിജയിച്ച ബിസിനസ്സുകാരെ നോക്കിക്കോ, അതിൻ്റെ പിന്നിൽ എല്ലാ സോഴ്സും ബാക്കിയെല്ലാം ഉണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ ഏറ്റവും വലുത് ആ ബിസിനസ് കൊണ്ടു നടക്കുന്ന ഒരാളുടെ ബുദ്ധി വൈഭവവും അയാളുടെ ഒരു പ്രാക്ടിക്കൽ മൈൻഡും ഒക്കെയാണ്. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു ഐഡിയയും അങ്ങനത്തെ ഇത് വെച്ചിട്ട് കേരളത്തിൽ ഇന്ന് വളരെ നല്ല റിസോഴ്സുകളുണ്ട് നമ്മുടെ കയ്യിൽ. പക്ഷേ നമ്മളിതിനെ ഉപയോഗിക്കുന്നില്ല. ഒരുപക്ഷെ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളാകാം, അല്ലെങ്കിൽ പഴയ കാലത്തിൽ ഉണ്ടായിപ്പോയ ചില മാമൂലുകളാകാം. അങ്ങനെ എന്തൊക്കെയോ കേരളത്തിന് തടസ്സങ്ങൾ നിൽപ്പുണ്ട്. കുറച്ച് നാളുകളായി അതിൽ നിന്ന് മാറാൻ ആൾക്കാരും രാഷ്ട്രീയക്കാരും ഗവൺമെൻറ്റും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇന്ന് നമ്മൾ നോക്കിയോ, ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന വലിയ വലിയ കമ്പനികളുടെ ഏതെങ്കിലും കീ പോസ്റ്റുകളിൽ ഇരിക്കുന്ന ഒരു മലയാളിയായിരിക്കും. തീർച്ചയായിട്ടും. കാരണം അവനൊരു കഴിവില്ലാത്തവനാണെങ്കിൽ അവനവിടെ കയറ്റിയിരുത്തിയല്ലോ. അത്രയും കഴിവുള്ള ആൾക്കാരാണ്, പ്രത്യേകിച്ച് പ്രാക്ടിക്കൽ സൈഡിൽ അത്രയും വളരെ നല്ല എഫിഷ്യൻസിയുള്ള ആൾക്കാരാണ് നമ്മുടെ ആൾക്കാർ. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ ബിസിനസ് ഒട്ടും വളർന്നിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് തന്നെ ഇവിടെ ചാൻസുകൾ വളരെ വലുതാണ്. ഇനിയും ഒത്തിരി കാര്യം ലോകത്തെ മാറ്റിമറിക്കാൻ പറ്റുന്ന ബിസിനസ്സുകൾ വരാനുള്ള ചാൻസ് കേരളത്തിൽ നിന്ന് വളരെ കൂടുതലാണ്. അതിന് നമ്മുടെ യുവത്വം കഴിവില്ലാത്തവരല്ല, കഴിവുള്ളവർ തന്നെയാണ്. പക്ഷേ അവരെ നമ്മൾ അതിലേക്ക് നയിക്കാനും അവരെ കൈപിടിച്ച് നടത്താനും വേണ്ട സാഹചര്യങ്ങളും അവർക്ക് മുന്നോട്ട് പോകാനുള്ള നല്ല വഴികളും നമ്മൾ മുമ്പിൽ ഒരുക്കി കൊടുക്കേണ്ടത് നമ്മളാണ്. ഗവൺമെൻറ് മാത്രമല്ല, ഇവിടുത്തെ ജനങ്ങൾ, ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എല്ലാവരും അതിനുവേണ്ടി നിൽക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ, നല്ല സാഹചര്യങ്ങളുണ്ടെങ്കിൽ, എൻ്റെ മുമ്പിൽ നല്ല വഴികളുണ്ടെങ്കിൽ തീർച്ചയായും ആ യുവത്വം ഇവിടെ വേറൊരു ചരിത്രം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. തീർച്ചയായിട്ടും. ഇനി എഡ്യൂക്കേഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് എത്രത്തോളം ഇത്തരത്തിലുള്ള ബിസിനസ്സുകാരെ അല്ലെങ്കിൽ നല്ല ഇൻട്രാപ്രണേഴ്സിനെ എങ്ങനെ വാർത്തെടുക്കാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ ഇപ്പം എത്രത്തോളം വാർത്തെടുക്കുന്നുണ്ട് എന്നതും കൂടെ ഒരു ചോദ്യമാണ്. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് പറഞ്ഞാൽ കേൾക്കുന്ന ആർക്കെങ്കിലും വിഷമമുണ്ടാവുമെന്നറിയില്ല. വളരെ മോശം സിസ്റ്റമാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയാം, ഞാൻ സൈനെ, കോസെ, ടാനെ, ലസാഗു ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇതെന്തിനാണ് പഠിച്ചതെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ കൂടെ പഠിച്ച ചില ആൾക്കാർ ലസാഗുവും സൈനയും കോസയും ടാനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ. അത് ഏതോ ഒരു സമയത്ത് ഇവിടുത്തെ സിസ്റ്റം കണ്ടുപിടിക്കേണ്ടതായിരുന്നു. ഇവനെ പഠിപ്പിക്കേണ്ടത് സൈനയും കോസയല്ല, ഇവനെ പഠിപ്പിക്കേണ്ടത് ഇന്നതാണ്, മറ്റവനെ പഠിപ്പിക്കേണ്ടത് ലസാഗുവും സൈനയും കോസയും ആയിരുന്നു. അങ്ങനെ ഒരു വേർതിരിവ് നമ്മുടെ സിസ്റ്റം ഉണ്ടാക്കിയിട്ടേ ഇല്ല. അതുകൊണ്ട് ഓരോരുത്തരുടെയും കഴിവുകൾക്കനുസരിച്ചല്ല നമ്മളുടെ വിദ്യാഭ്യാസം കൊടുക്കുന്നത്, മറിച്ച് നമ്മുടെ സിസ്റ്റം എന്താണോ ആ സിസ്റ്റം ഏത് കഴിവുള്ളവനെയും ഒരേ സിസ്റ്റം പഠിച്ച് ഏൽപ്പിക്കുകയാണ്. ചിലർ ആ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും, അവർ ചിലപ്പോൾ വേറെ ലെവലാവും. പക്ഷേ ഭൂരിപക്ഷവും ആ സിസ്റ്റത്തോടായിരിക്കില്ല അവരുടെ താല്പര്യം. അവരുടെ താല്പര്യങ്ങളെ കണ്ടെത്താനോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ അറിയാനോ നമ്മൾ അറിയുന്നില്ല. അവർക്ക് അതിനുള്ളൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നില്ല. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയി. 8 വർഷമായ യൂണിവേഴ്സിറ്റിയുടെ MBA കോഴ്സിൻ്റെ സിലബസ് മാറിയിട്ടില്ല. 8 വർഷം മുമ്പുള്ള ഏതെങ്കിലും സിലബസ് പഠിച്ചൊരു കുട്ടിക്ക് ഇന്നത്തെ ലോകത്ത് എന്ത് ചെയ്യാൻ പറ്റും? കൊണ്ട് ഓരോ ദിവസവും ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്. 8 വർഷം മുമ്പുള്ള സിലബസ് പഠിച്ചൊരു MBA-കാരന് ഇന്നത്തെ MBA-കാർ എന്ത് ചെയ്യാൻ പറ്റുമോ? അതൊക്കെ ആ കുട്ടിയെ പറഞ്ഞിട്ട് കാര്യമില്ല, ആ കുട്ടികളെ അല്ലെ ആ തലമുറയെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സിസ്റ്റം അടിസ്ഥാനപരമായി മാറണം. 8 വർഷം മുമ്പ് ഉണ്ടായിരുന്ന സിലബസ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കോളേജിൽ. അത് ആ കോളേജിൻ്റെ കുഴപ്പമില്ല, ആ യൂണിവേഴ്സിറ്റി അതാണ് കൊടുക്കുന്നത്, അവരത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ വിദ്യാഭ്യാസ മേഖല അടിമുടി മാറണം, കാലത്തിനനുസരിച്ച് മാറണം, ആവശ്യത്തിനനുസരിച്ച് മാറണം. അങ്ങനെയുള്ളവരെ എവിടെയോ വെച്ച് വേർതിരിക്കേണ്ടതുണ്ട്, അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും. അതുകൊണ്ട് അത്തരം ഒരു മാറ്റം നമ്മുടെ വിദ്യാഭ്യാസ മേഖല അത്യാവശ്യം. ഇനി നമ്മളുടെ ഇന്നത്തെ ജനറേഷൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം മൈഗ്രേഷൻ എന്ന് പറയുന്ന വേർഡ്, അത് കേരളത്തിന് ഭദ്രത ഇല്ലാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സാമ്പത്തിക ഭദ്രത പുറത്തുള്ളത് കൊണ്ടാണോ, എന്താണ് ആ ഒരു സാറിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ? എന്താണെന്നറിയോ, ഇപ്പം നമ്മുടെ യുവത്വത്തെ സംബന്ധിച്ച് ആലോചിച്ച് നോക്ക്. അവർ ലോകത്തെ മുഴുവൻ ഒരു വിരൽത്തുമ്പിൽ കാണുന്നുണ്ട് ഇപ്പോൾ, പണ്ടത്തെ പോലെയല്ല. അപ്പോൾ എനിക്ക് വിദേശത്ത് പോയാൽ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ വേറെയാണ്, എനിക്ക് അങ്ങനെ ജീവിക്കാനുള്ള സാമ്പത്തികം അവിടുന്ന് കിട്ടും എന്നൊക്കെ അവൻ്റെ മനസ്സിൽ വിശ്വാസമായതുകൊണ്ടാണ് അവനതിലേക്ക് ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അവൻ്റെ മാതാപിതാക്കൾ ശ്രമിക്കുന്നത്. അങ്ങനെ ഉള്ളവർക്ക് അങ്ങനത്തെ സാഹചര്യം അവിടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കിവിടെ അങ്ങനെ സാഹചര്യം ഉണ്ടായിക്കൂടാ? ഇവിടെ നമ്മൾ നോക്കും, നമ്മൾ സാംസ്കാരികമായി നമ്മൾ വളരെ ഉന്നതിയിലാണ് എന്നൊക്കെ പറയുന്ന മലയാളികൾ പറയും ഇവിടെ ബാറ് പാടില്ല, ഇവിടെ ബിയർ പാർലർ പാടില്ല, ഇവിടെ നൈറ്റ് ക്ലബ്ബ് പാടില്ല എന്നൊക്കെ ഞാനും നിങ്ങളൊക്കെ ഉച്ചവും പറയുന്നുണ്ട്.
പക്ഷേ ഇവിടുന്ന് നിങ്ങളുടെ മക്കൾ വിദേശത്ത് പോകുന്നുണ്ടല്ലോ, അവർ സന്ധ്യയാകുമ്പോൾ രാമനാമം ജപിക്കാൻ ഇരിക്കുവാണോ അതോ കൊന്തയിൽ ഇരിക്കുവാണോ അവിടെ? അവർ ഈ വിവിധ സാഹചര്യങ്ങളൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ കാലത്തിനനുസരിച്ച് നമ്മൾ മാറണ്ടേ? നമ്മൾ പഴയ സംസ്കാരവും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. കാലത്തിന് നോക്കൂ, ദുബായിൽ ഇന്ന് വളർച്ചയിനുണ്ടായി അവൻ ബിസിനസ്സുകാരന് വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. ഇപ്പോഴാണ് സൗദിക്ക് മനസ്സിലായത് ഞങ്ങൾ കുറച്ച് പുറകിലായിപ്പോയെന്ന്. അവർ വളരെ ഓപ്പണായിട്ട് ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ലോകം എപ്പോൾ നമ്മളും അങ്ങനെ ഓപ്പണായി മാറുന്നു എങ്കിൽ മാത്രമേ ബിസിനസ് വളരൂ. ബിസിനസ് ഉണ്ടായാൽ മാത്രമേ ഒരു മേഖലയ്ക്ക് ഇനി വളർന്നു വരാൻ. ഇവിടെ കൃഷി കൊണ്ട് രക്ഷപ്പെടാൻ മാത്രം കേരളത്തിൽ അതിനുള്ള ഭൂപ്രകൃതിയോ അങ്ങനെ ഭൂപ്രകൃതി ഉണ്ടെങ്കിലും ഭൂവിസ്താരങ്ങളൊന്നും അതിനില്ല. അപ്പം നമ്മൾ കൃഷി കൊണ്ട് മാത്രം കേരളം വലിയ പ്രസ്ഥാനമാകുമെന്ന് ആരും വിശ്വസിക്കേണ്ട. അപ്പോൾ നമുക്കിവിടെ ബിസിനസ് വളർന്നേ പറ്റൂ. അപ്പോൾ ഒരു ബിസിനസ് വളരാൻ എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യമുണ്ട് അതെല്ലാം നമ്മൾ ഒരുക്കി കൊടുക്കണം. ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും നട്ടെല്ലെന്ന് പറയുന്നത് അവിടുത്തെ തൊഴിലാളികൾ തന്നെയാണ്. അപ്പം സാറിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എങ്ങനെയാണ് ഒരു ആളെ ജോലിക്കെടുക്കുന്നത്? ഇത് കേൾക്കുന്ന ആളുകൾക്കും കൂടെ, കാരണം എങ്ങനെയാണ് ഒരു ജോലിക്ക് അവരവരെ തയ്യാറാക്കേണ്ടത് എന്നും കൂടെ അതിലൂടെ നമുക്കൊരു ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ 2 തരത്തിൽ ആൾക്കാരെ എടുക്കുന്നുണ്ട്. ഒന്ന് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, 2 പഠിച്ചിറങ്ങുന്ന ആൾക്കാർ. അവർക്കൊരു എക്സ്പീരിയൻസ് ആകാനും ആ പഠിച്ചിറങ്ങുന്നവർ ഞങ്ങളുടെ അടുത്ത് വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഭാവിക്ക് നല്ലതാണെങ്കിൽ അവരെ വീണ്ടും ഞങ്ങൾ അബ്സോർവ് ചെയ്യും. അങ്ങനത്തെ 2 സിസ്റ്റത്തിൽ ഞങ്ങൾ പോകുന്നത്. പരിചയം എപ്പോഴും നല്ലതാണ്. പക്ഷേ പഠിച്ചിറങ്ങുന്ന കുട്ടികളെല്ലാവരും പരിചയം വേണമെന്ന് നടക്കില്ല. നമ്മൾ ഏതെങ്കിലും കമ്പനികൾ പരിചയം കൊടുത്താലേ അവർക്ക്. അതുകൊണ്ട് ഞങ്ങൾ 1% ഒരു പെർസെൻറ്റേജ് ഞങ്ങൾ പുതിയ ആൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി നമ്മുടെ പഴയ ആൾക്കാരാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ജോലിക്കാരില്ലെങ്കിൽ എണ്ണം ഉണ്ടായിട്ട് കാര്യമില്ല. ആ കമ്പനി എൻ്റേതാണെന്നൊരു ഫീലിംഗ് ഓരോ തൊഴിലാളിക്കും കൊടുക്കേണ്ടത് അവരുടെ ആവശ്യമല്ല, അത് കമ്പനിയുടെ ആവശ്യമാണ്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന, ഇപ്പോൾ നിങ്ങൾ എൻ്റെ കേരളത്തിലെ ഫാക്ടറിയിൽ പോയി നോക്കിയാൽ അറിയാം, എൻ്റെ കൂടെ 20-22 വർഷം മുമ്പ് മീൻ പാക്ക് ചെയ്യാനും കട്ട് ചെയ്യാനും നിന്ന ചേച്ചിമാർ ഇപ്പോഴും എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. അത് എൻ്റെ ഫാക്ടറിയാണ് എന്നൊരു ഫീലിംഗ് അവർക്കുള്ളത് കൊണ്ടാണ്. അത്തരം ഒരു ഫീലിംഗ്, എൻ്റെ ഫാക്ടറി ആണിതെന്നൊരു തോന്നൽ ഏത് ലെവൽ വരെ നമുക്ക് ഓരോ ജോലിക്കാർക്കും കൊടുക്കാൻ പറ്റുമോ തീർച്ചയായും അത് കമ്പനിയുടെ ഉയർച്ചയ്ക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. അങ്ങനത്തെ തൊഴിലാളികളില്ലാത്ത സ്ഥലങ്ങളിലാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. പല കാര്യങ്ങളിലും നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി ഫാക്ടറി നീങ്ങാത്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം, ഫ്രഷ് ഹോമിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏറ്റവും വലിയ ബലം ഞങ്ങളുടെ ജോലിക്കാരാണ്. അവർ ഞങ്ങളോട് നിൽക്കുന്നു, ഞങ്ങൾ അങ്ങോട്ടും അതുപോലെ നിൽക്കുന്നതുകൊണ്ടാണ്. ഇപ്പം സാർ നിരവധി കോളേജുകളിൽ കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അവരൊരു മോട്ടിവേഷൻ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി, എക്സ്പീരിയൻസ് ഷെയറിങ്ങിനൊക്കെ വേണ്ടി നമ്മൾ പോകുന്നുണ്ട്. എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ കുട്ടികളോട് സംവദിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന അപ്ഡേഷൻ, കാരണം നമ്മൾ ഓരോന്നിനും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് നമ്മൾ പറയും. അപ്പം കുട്ടികളിൽ നിന്ന് സാറിന് മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്നേക്കാൾ മിടുക്കന്മാരാണ് നമ്മുടെ അടുത്ത തലമുറ, ഒരു സംശയമില്ല. തീർച്ചയായിട്ടും കഴിവിൻ്റെ കാര്യത്തിലായാലും, കഷ്ടപ്പെടാനുള്ള മനസ്സിൻ്റെ കാര്യത്തിലായാലും, വിഷൻ്റെ കാര്യത്തിലായാലും, സ്വപ്നത്തിൻ്റെ കാര്യത്തിലായാലും നമ്മളെക്കാൾ ഒരു പിടി മുന്നിലാണവർ. പക്ഷേ അവരുടെ സ്വപ്നത്തിലേക്കുള്ള യാത്രയ്ക്കുള്ള വീതി നമ്മൾ ഒരുക്കുന്നുണ്ടോ എന്നതാണ് എൻ്റെ സംശയം. ചില കോളേജിലൊക്കെ പോയിട്ട് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ കുട്ടികൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചില ചോദ്യങ്ങൾക്ക് മുമ്പിൽ നമ്മൾ പകച്ചിരുന്നു പോകും. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്തത്ര വിഷനോടുകൂടിയാണ് അവരുടെ ചോദ്യങ്ങൾ. അപ്പോൾ അത്തരം നല്ലൊരു തലമുറയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അവരെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ ഉപയോഗിക്കുന്നില്ല എന്നത് നമ്മുടെ കടമയാണ്. അത് നമ്മളോട് തന്നെ ചോദിക്കണം. അത്രയും കഴിവുള്ള കുട്ടികളെ ഈ നാടിൻ്റെ പുരോഗതിക്ക് അല്ല ഇവിടുത്തെ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നതാണ് നമ്മുടെ മുമ്പിലെ ചോദ്യം. അല്ലാതെ അവരുടെ കഴിവിനെ സംബന്ധിച്ച് എനിക്ക് ഒരു സംശയമില്ല. നമ്മളെക്കാൾ മിടുക്കന്മാരും അത്ഭുതപ്പെടുത്തിയ ഉറപ്പായിട്ടും. ഇപ്പോൾ ഇതിൽ സാർ പറഞ്ഞൊരു വേർഡ് ഉണ്ട്, നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു വഴി കാണിച്ചു കൊടുക്കണം എന്നുള്ളത്. അപ്പം ബിസിനസ്സിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും നമുക്ക് വഴി കാണിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. ബിസിനസ് ഈ പറയുന്നത് പോലെ പഠിപ്പിക്കാനായിട്ട് സാധിക്കില്ലെങ്കിലും നമ്മൾ കാണിച്ചെടുക്കുന്ന വഴികളുണ്ട്. ഇന്ന് കുറച്ചുകൂടി മാറിയിട്ടുണ്ട്. ഇന്ന് കുട്ടികൾക്ക് ഒരു ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള വഴികൾ ഇന്ന് പല സിസ്റ്റത്തിലൂടെ ഉണ്ട്. ഇപ്പോൾ കേരളത്തിലാണ് സ്റ്റാർട്ടപ്പ് മിഷൻ, അല്ലെങ്കിൽ ഇന്ത്യയിലാണെങ്കിലും അങ്ങനെ എല്ലാ ഗവൺമെൻറ്റുകളും അങ്ങനെ പല പല വഴികൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അതിനുള്ള ചാൻസുകളുണ്ട്. അവർക്ക് അതിനകത്തേക്ക് വന്നാൽ അവർക്ക് പഠിക്കാനുള്ളൊരു ചാൻസുകളുണ്ട്. പക്ഷേ അത് മാത്രം പോരല്ലോ, അവർക്ക് വേണ്ട മറ്റ് ഫെസിലിറ്റികളും നമ്മൾ കൊടുക്കണ്ടേ. അവരൊരാൾ പഠിച്ചിറങ്ങി എനിക്ക് തുടങ്ങാമെന്ന് പറഞ്ഞാൽ അവനൊരു കാര്യത്തിന് വന്നാൽ അവന് അത് പഠിക്കാനും അത് ചെയ്യാനും ഉള്ളൊരു സ്പേസ് നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. ആ സ്പേസ് ഉണ്ടാക്കലാണ് നമ്മളുടെ ഇവിടെ കുറവെന്ന് എനിക്ക് തോന്നുന്നു. അത് മാത്രമല്ല, നമ്മുടെ ഒരു ബിസിനസ്സിൻ്റെ ഒരു മൊത്തത്തിൽ ഞാൻ കണ്ടത് മലയാളത്തിലെ ബിസിനസ്സിൻ്റെ ഒരു കുറവ്, പ്രൊഫഷണലിസം എന്ന സാധനം ഉണ്ടല്ലോ, നമ്മുടെ ഇവിടെ വളരെ കുറവാണ് മറ്റ് സംസ്ഥാനങ്ങളെ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്.
ആ പ്രൊഫഷണലിസം കുറച്ചുകൂടി നമ്മുടെ അത് വിദ്യാഭ്യാസത്തിലൂടെ കൊണ്ടുവരാൻ പറ്റും. ഒരു IITയോ IIMോ പഠിച്ച ഒരാൾക്കുള്ള വിഷൻ ഇവിടുത്തെ പല എഞ്ചിനീയറിംഗ് കോളേജിലും പഠിച്ചിറങ്ങുന്ന കുട്ടി കിട്ടാത്തത് ആ നമ്മൾ കൊടുക്കുന്ന വിദ്യയുടെ പോരായ്മയാണ്. അപ്പോൾ IIMലോ IITയിലോ പഠിച്ചവർ മാത്രമാണോ ബിസിനസ്സുകാർ? വെറും 10ാം ക്ലാസ് പഠിച്ച ധീരുഭായ് അംബാനിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനവാനായി മാറിയത് അല്ലേ? അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപ്പുറത്തേക്ക് കഴിവുള്ള കുട്ടികളുണ്ട് ഇവിടെ. പിന്നെ ഞാൻ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ മീറ്റിങ്ങിന് പോകുമ്പോൾ ഞാൻ പറയാറുണ്ട്, അവർ എപ്പോഴും ആദ്യമൊക്കെ എല്ലാം സിറ്റികളിലായിരുന്നു കേന്ദ്രീകരിച്ചിരുന്നത്. കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് അങ്ങനെ സിറ്റികളിലാണ്. പക്ഷെ ആ സിറ്റികളിൽ എത്തിപ്പെടുന്ന യുവാക്കൾക്കേക്കാൾ യുവതികളേക്കാൾ കൂടുതൽ കഴിവും പ്രാപ്തികളും എത്രയോ ലക്ഷങ്ങൾ നമ്മുടെ ഗ്രാമങ്ങളിലുണ്ട്. ഞാനൊരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ചു വളർന്നയാളാണ്. അപ്പോൾ ഇത്തരം ഗ്രാമങ്ങളിൽ ഇതിനേക്കാൾ കഴിവുള്ള കുട്ടികളുണ്ട്. അവർക്ക് നമ്മൾ വാതിൽ തുറന്ന് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അവരെ അതിലേക്ക് ആകർഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. പക്ഷെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മുടെ സ്റ്റാർട്ടപ്പ് മിഷൻ പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നത് വളരെ നല്ല ഒരു സൂചനയാണ്. നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോകം വിരൽത്തുമ്പിലാണ് എന്നുള്ളത്. ഫ്രഷ് ടു ഹോമിനെ സംബന്ധിച്ചും നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മൾ വിരൽത്തുമ്പിൽ കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു ഏറ്റവും വലിയ, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പം സോഷ്യൽ മീഡിയ അല്ലാന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മീഡിയ, സാർ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ഇന്നൊരു പക്ഷേ ഒരു മനുഷ്യന്, ഒരു ബിസിനസ്സുകാരനാണ് അല്ലെങ്കിലും, ഒരു ഡിജിറ്റൽ അല്ല സോഷ്യൽ മീഡിയ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുള്ള കാലമാണ്. അതുകൊണ്ട് തന്നെ ഒരു സോഷ്യൽ മീഡിയയോ അല്ലയോ ഡിജിറ്റലിനെയോ ഉപേക്ഷിച്ചിട്ട് അതിനൊന്നും വേണ്ട എന്ന് മുഖം തിരിച്ച് നിൽക്കുന്നവൻ രക്ഷപ്പെടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ലോകത്തിൻ്റെ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ മാറാതെ നമുക്ക് ബിസിനസ്സിലായാലും ജീവിതത്തിലായാലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. പ്രത്യേകിച്ച് ടെക്നോളജിയെ എത്രത്തോളം നമ്മൾ സ്വാംശീകരിക്കുന്നു അത്രത്തോളം നമ്മൾക്ക് എവിടെയായാലും വിജയം വരും. പ്രത്യേകിച്ച് ബിസിനസ്സിൻ്റെ കാര്യത്തിൽ. എന്തുകൊണ്ട് സീറ്റ് ഹോം അല്ല ഇപ്പോൾ ഫ്രഷ് ടു ഹോം വലുതായി എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായ മീൻ വ്യവസായത്തിനകത്തേക്ക് ടെക്നോളജി കൊണ്ടുവന്നത് കൊണ്ടാണ്. അപ്പോൾ അന്ന് കൊണ്ടുവന്ന ടെക്നോളജി ആണോ ഇന്ന് ഞങ്ങളിലുള്ള? അല്ല, ഞങ്ങൾ അപ്ഡേറ്റായി. അങ്ങനെ അപ്ഡേറ്റ് ആകാത്ത ആൾക്കാരുണ്ട് നമ്മുടെ മുമ്പിൽ, ഹിസ്റ്ററികളുണ്ട് നമുക്കല്ലേ. അംബാസഡർ കാറുകാരൻ, കൊഡാക് ഫിലിംകാരൻ, നോക്കിയ ഫോൺകാരൻ തുടങ്ങി നമ്മുടെ മുമ്പിൽ അത്തരം ഉദാഹരണങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ കൊണ്ടുവന്നാൽ മാത്രം പോരാ, ആ ടെക്നോളജി നമ്മൾ ഡേ ബൈ ഡേ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ചെയ്യാതെ ഒരാൾക്ക് ഇന്ന് ബിസിനസ്സിലായാലും ജീവിതത്തിലായാലും മുന്നോട്ട് പോകാൻ പറ്റില്ല. ടെക്നോളജിയുടെ അപ്ഡേഷൻ എന്നും അത്യന്താപേക്ഷിതമാണ്. ഇനി ഫ്രഷ് ടു ഹോമിൻ്റെ നെക്സ്റ്റ് അപ്ഡേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഞങ്ങളുടെ സ്വപ്നം, ഫ്രഷ് ടു ഹോമിൻ്റെ ടീമിൻ്റെ സ്വപ്നം, ഫ്രഷ് ടു ഹോമിനെ ലോകത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ ഫ്രഷ് മാർക്കറ്റാക്കി മാറ്റുക എന്നാണ്. മീനും മീറ്റും മാത്രമായിട്ടിരുന്നാൽ ഞങ്ങൾക്കത് ആകാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ഞങ്ങൾ ഫ്രഷായിട്ടുള്ള, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദിനവും എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളെ ഞങ്ങളുടെ ഓൺലൈനിൽ കൊണ്ടുവരികയാണ്. അതിൻ്റെ ആദ്യപടിയായി FTH ഡെയിലി എന്നൊരു പ്ലാറ്റ്ഫോം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ആപ്പാണത്. അതിപ്പോൾ ബാംഗ്ലൂരും പൂനെയിലും ഹൈദരാബാദിലും സ്റ്റാർട്ട് ചെയ്തു. കേരളത്തിൽ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതിനകത്തുനിന്ന് നിങ്ങൾക്ക് പാലുൽപ്പന്നങ്ങളും പഴങ്ങളും പച്ചക്കറികളും ഗ്രോസറീസും എല്ലാം കിട്ടും. അത്തരം ആപ്പ് ഞങ്ങൾ ഇനി ആ FTH ഡെയിലിയിലൂടെ പോകണോ, അത് ഫ്രഷ് ടു ഹോമിൽ കൂടെ തന്നെ പോകണോ എന്നൊക്കെയുള്ള ടെക്നിക്കൽ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇന്ത്യയിലും UAE-യിലുമാണ് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾ എന്ത് തുടങ്ങിയാലും ഞങ്ങളുടേതായ ഒരു യൂണിക്നെസ് അതിനകത്തുണ്ട്. ഇപ്പോൾ ഫ്രഷ് ടു ഹോം ഇവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ മീമിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളിൽ നിന്ന് ഒരു സെക്കൻഡിൽ മിനിമം ഒരു ഓർഡർ വീതം ഇന്ത്യയിൽ പോകുന്നത് ഞങ്ങൾ കൊടുക്കുന്ന എന്തോ പ്രത്യേകത കൊണ്ടാണ്. ഞങ്ങളുടെ FTH ഡെയിലിയിലും അങ്ങനെ ഒരു പ്രത്യേകത വേണം എന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ളതുകൊണ്ട് നിങ്ങളൊരു ഓൺലൈൻ കമ്പനിയിൽ പോയി ഒരു ഗ്രോസറി വാങ്ങിയാൽ അല്ലെങ്കിൽ ഒരു പാല് വാങ്ങിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ആ കമ്പനിയുടെ പ്രൊഡക്റ്റ് അല്ല, വേറെ ബ്രാൻഡുകളാണ് കിട്ടുന്നത്. അപ്പോൾ അതിനൊരു ക്വാളിറ്റി കംപ്ലയിൻറ്റ് വന്നാൽ ആ ബ്രാൻഡുകാരാണ് അതിൻ്റെ ഉത്തരവാദികൾ. അതിൽ നിന്ന് വ്യത്യസ്തമായി FTH ഡെയിലിയിലൂടെ നിങ്ങളൊരു പ്രൊഡക്റ്റ് വാങ്ങിയാൽ അത് നിങ്ങൾക്ക് കിട്ടുന്നത് ഫ്രഷ് ടു ഹോമിൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കണം എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ പുതിയ യൂണിക്നെസ്, അതായത് ഫ്രഷ് ടു ഹോം ബ്രാൻഡായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ബാംഗ്ലൂർ പോയി FTH ഡെയിലിലെ പാല് വാങ്ങിച്ചു, നിങ്ങൾക്ക് ഫ്രഷ് ടു ഹോമിൻ്റെ പാല് കിട്ടും. നിങ്ങളവിടെ പോയി ചീസ് വാങ്ങിച്ചു, നിങ്ങൾക്ക് ഫ്രഷ് ടു ഹോമിൻ്റെ ചീസ് കിട്ടും. നിങ്ങളവിടെ പോയി ബ്രെഡ് വാങ്ങിച്ചു, ഫ്രഷ് ടു ഹോമിൻ്റെ ബ്രെഡ് കിട്ടും. അങ്ങനെ ഞങ്ങളിപ്പോൾ ഏകദേശം 50-നും 60-നും ഇടയ്ക്ക് പ്രൊഡക്റ്റുകൾ ഞങ്ങളുടെ സ്വന്തം ബ്രാൻഡിൽ ഇറങ്ങിക്കഴിഞ്ഞു. അപ്പം ഞങ്ങൾ അത്തരം പ്രൊഡക്റ്റുകളെ ഞങ്ങളുടെ സ്വന്തം ബ്രാൻഡിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ശരിക്കും പറഞ്ഞാൽ കസ്റ്റമേഴ്സിനാണ് അതിന് അഡ്വാൻറ്റേജ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാർക്കറ്റ് പ്ലേസിൻ്റെ ഉത്തരവാദിത്തം ഡെലിവറിയിൽ നിന്ന് മാത്രമല്ലാതെ ആ പ്രോഡക്റ്റിലും ആ മാർക്കറ്റ് പ്ലേസിന് ഉത്തരവാദിത്തം ഉണ്ട് ഉറപ്പായിട്ടും എന്നുള്ള ഒരു ഉറപ്പ്. അതിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഫ്രഷ് ടു ഹോമിന് സൗദിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കൂടാതെ ഞങ്ങൾ യൂറോപ്പിലും USA-യിലും മറ്റ് രാജ്യങ്ങളിലേക്കും ഞങ്ങളുടെ ബ്രാൻഡ് പ്രൊഡക്റ്റുകളെ ഇപ്പം ചെന്നൊരു ഫ്രഷ് ടു എന്ന് പറഞ്ഞാൽ പറ്റിയില്ല,
അതിന് പകരം ഞങ്ങൾ ആ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ടിലൂടെ ഞങ്ങളുടെ പ്രൊഡക്റ്റുകളെ കടത്തിവിടാനുള്ള ആരംഭിച്ചു കഴിഞ്ഞു. ഫ്രഷ് ടു ഹോമിൻ്റെ 100% എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റായിട്ട് കോഴിക്കോട് സ്റ്റാർട്ട് ചെയ്തു. ഓൾറെഡി ഞങ്ങളിപ്പോൾ 8 കണ്ടെയ്നർ ഷിപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആദ്യത്തെ കണ്ടെയ്നർ USA പോയത്. അപ്പോൾ അവിടെയുള്ള സൂപ്പർ മാർക്കറ്റിൽ ആദ്യം ഫ്രഷ് ടു ഹോമിൻ്റെ പ്രൊഡക്റ്റുകൾ ചെന്ന് വീഴും. അങ്ങനെ ഞങ്ങളുടെ ബ്രാൻഡ് അവിടെ ആയിക്കഴിയുമ്പോൾ ഞങ്ങൾ അവിടെയും ഫ്രഷ് ടു ഹോമിൻ്റെ സാധനങ്ങൾ എല്ലാം സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ആലോചന. സാർ ഈ പറയുന്നതിലൊക്കെ സാറിൻ്റെ ഒരു വിഷൻ ഉണ്ട്, ഒരു ഡ്രീം ഉണ്ട്. എങ്ങനെയായിരുന്നു ഒരു ബിസിനസ്സുകാരനാവണമെന്നുള്ള ഒരു ഡ്രീമിലേക്ക് എത്തിയത്? ഒരു കഥയാണ്. അതെ. ഞങ്ങൾ വീട്ടിൽ 4 മക്കളാണ്, ഞാൻ മൂത്തയാളാണ്. അപ്പോൾ ഞങ്ങൾ 4 മക്കളും പഠിച്ചത് ഞങ്ങളുടെ ഗ്രാമത്തിൽ തന്നെയുള്ള ഒരു ഗവൺമെൻറ് LP സ്കൂളിലാണ് ആദ്യത്തെ 4 വർഷം പഠിച്ചത്. അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് നടന്ന് ഞങ്ങളുടെ ഒരു പൂഴി റോട്ടിലൂടെ ഒരു 3 കിലോമീറ്ററോളം നടക്കുമ്പോഴാണ് സ്കൂളിലെത്തുന്നത്. ഞങ്ങൾ എല്ലാ ദിവസവും നടക്കുമ്പോഴും ഞങ്ങളെ ക്രോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കറുത്ത അംബാസഡർ കാർ ഓടും. അപ്പോൾ ഈ അംബാസഡർ കടന്നു പോകുമ്പോൾ 2 സൈഡിൽ നിൽക്കുന്ന ആൾക്കാർ കൈപൊക്കി കാണിക്കും, കൈതൊഴുത് കാണിക്കും. വളരെ ബഹുമാനമാണ് അദ്ദേഹത്തോട്. അദ്ദേഹം ഇടയ്ക്കൊന്ന് കൈപൊക്കി കാണിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ചാച്ചനോട് ചോദിച്ചാൽ ഇതാരാണ്? അപ്പോൾ ചാച്ചൻ പറഞ്ഞു അത് നമ്മുടെ നാട്ടിലെ ബിസിനസ്സുകാരനാണ്. അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ചെറിയ പ്രായത്തിൽ ബിസിനസ്സുകാരനായാലേ ആൾക്കാർ നിങ്ങളെ ബഹുമാനിക്കൂ, ആൾക്കാർ കൈപൊക്കി കാണിക്കൂ. ബിസിനസ്സുകാരനായാലേ നിങ്ങൾക്ക് അംബാസഡർ കാർ മേടിക്കാൻ പറ്റും. കാരണം എൻ്റെ നാട്ടിൽ അന്നും അധ്യാപകരുണ്ട്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, ആർക്കും കാറില്ല, എല്ലാവരും അങ്ങേയറ്റം സ്കൂട്ടറൊക്കെ ഉണ്ടാവും. അപ്പോൾ അന്ന് ആ ചെറിയ മനസ്സിൽ വേണമെങ്കിൽ നിങ്ങൾ കുശുമ്പെന്നോ കുന്നായ്മ എന്നൊക്കെ വിളിച്ചോ, അസൂയ എന്നൊക്കെ വിളിച്ചോ, പക്ഷേ അന്ന് ഞാൻ തീരുമാനിച്ചതാണ്, ഞാനും ഒരു ബിസിനസ്സുകാരനാവും, ഞാനും ഒരു അംബാസഡർ കാർ മേടിക്കും. ശരിക്കും അങ്ങനെയാണ് ബിസിനസ്സുകാരൻ. എനിക്കന്ന് ബിസിനസ് എന്താണെന്നോ ബിസിനസ്സുകാരനെന്ന വാക്കിൻ്റെ അർത്ഥം ഒന്നും അറിയില്ലാത്തൊരു പ്രായത്തിൽ ഇത് കണ്ട് അന്ന് തീരുമാനിച്ചതാണ്. അങ്ങനെയാണ് ഞാൻ ബിസിനസ്സുകാരനാകണം എന്ന് ഞാൻ അന്നേ തീരുമാനിച്ചു. ബിസിനസ്സുകാരനായതിൽ പിന്നെ നമ്മളൊരു അംബാസഡർ കാർ മേടിച്ചു. അത് വേറൊരു പാഠമാണ് എന്നെ പഠിപ്പിച്ചത്. ഞാൻ ഒരു അംബാസഡർ കാർ വാങ്ങാൻ പ്രാപ്തനായപ്പോൾ എനിക്കൊരു അംബാസഡർ കാർ തരാൻ അംബാസഡർകാരനെ കൊണ്ട് പറ്റിയില്ല. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, അപ്ഡേറ്റ് ആയില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ്, നമ്മൾ ഔട്ടായി പോകും. ഇന്ത്യയിൽ 2% ആൾക്കാർ മാത്രം കാറിൽ സഞ്ചരിച്ചിരുന്ന കാലത്ത് 98% കാറ് വിറ്റിരുന്ന അംബാസഡറാണ്. ഇന്ത്യയിൽ 40% ആൾക്കാരോളം കാറ് മേടിക്കാൻ പ്രാപ്തരായപ്പോൾ ഒരു കാറ് വിൽക്കാൻ അവനെ കൊണ്ട് പറ്റിയില്ല എന്നത് നമ്മൾ ഏതൊരു ബിസിനസ്സുകാരനും ജീവിതത്തിൽ പഠിച്ചിരിക്കേണ്ട പാഠമാണ്. സാർ ഒരുപാട് വായിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരുപാട് യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നമ്മൾ ഇത്തരത്തിൽ ബിസിനസ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് ഒരു ആഗ്രഹമായി വന്ന സമയത്ത് എങ്ങനെയാണ്? കാരണം ഒരു റോൾ മോഡലിനെ ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എളുപ്പമുള്ള കാര്യമല്ല. എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ആരായിരുന്നു റോൾ മോഡൽ? ഒരു ബിസിനസ്സുകാരൻ നിലയിൽ എൻ്റെ റോൾ മോഡൽ ധീരുഭായ് അംബാനിയാണ്. അദ്ദേഹത്തിൽ എത്തിപ്പെട്ടത്, ഞാനിപ്പോൾ അംബാസഡറുകാരൻ്റെ കാര്യം പറഞ്ഞില്ലേ എൻ്റെ നാട്ടിൽ, അത് കഴിഞ്ഞ് ഞാൻ വലുതാവുന്നതനുസരിച്ച് എൻ്റെ സ്വപ്നവും വലുതായി. അപ്പോൾ ഞാൻ കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനെ കണ്ടു എന്ന് മീൻസ് മനസ്സിലായി ഇന്നയാളാണ്, ഇങ്ങനെയാണ്. അപ്പോൾ അതിങ്ങനെ ഈ ഇന്നത്തെ പോലെ യൂട്യൂബൊന്നും ഇല്ലല്ലോ. ഞാനിപ്പോൾ പുസ്തകങ്ങൾ വായിച്ചതോ അല്ലെങ്കിൽ ഏതെങ്കിലും പത്രങ്ങളിൽ അടിച്ചു പോകാനോ ചില മാഗസിൻസിൽ ഒരു പേജ് വരും, അങ്ങനെ വായിച്ചാണ് ഇവരെക്കുറിച്ച് ഇങ്ങനെ വായിക്കുന്നത്. അങ്ങനെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ എന്ന് പറയുന്നത് ധീരുഭായ് അംബാനിയാണ്. അപ്പോൾ പിന്നെ എനിക്കാകെ ഒരു മോഹം, എനിക്കൊന്ന് ധീരുഭായ് അംബാനിയെ തൊട്ടാൽ മതി അദ്ദേഹത്തെ. അപ്പോൾ ഞാൻ പുസ്തകങ്ങളൊക്കെ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം ഗുജറാത്തിലെ ചോർവാഡ് എന്ന ഗ്രാമത്തിലാണ്. അന്ന് ഞാനൊരു കമ്പനി ജോലി ചെയ്യുന്നുണ്ട്. ആ കമ്പനി ജോലി എന്ന് പറഞ്ഞാൽ എൻ്റെ സ്ഥിരം പരിപാടി യാത്രകളാണ്, കടപ്പുറങ്ങളിലേക്ക് യാത്രയാണ്. അപ്പോൾ ഞാൻ കമ്പനിയിൽ നിന്ന് ലീവ് എടുത്തു, വീട്ടിൽ പറഞ്ഞു കടപ്പുറത്ത് പോകാമെന്ന്. വീട്ടിലതൊരു കാര്യമല്ല, എന്നും കടപ്പുറത്ത് പോക്കാണ്. അങ്ങനെ ഞാൻ എറണാകുളത്ത് നിന്ന് ട്രെയിൻ കയറി. എൻ്റെ ഇപ്പോഴും ഓർമ്മ 2 ട്രെയിൻ മാറി കയറിയെന്നാണ്. അങ്ങനെ ഞാൻ ജുനഗഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഗുജറാത്തിൽ. എന്നിട്ട് അവിടെ നിന്ന് ആളോട് പറഞ്ഞു എനിക്ക് ചോർവാഡ് പോകണമെന്ന് പറഞ്ഞു. പുള്ളി ഒരു ബസ് കാണിച്ചു തന്നു. ഞാൻ ആ ബസ് ചോർവാഡിൽ നിന്ന് ഇറങ്ങി. അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് ഒരു കടക്കാരനോട് പറഞ്ഞു എനിക്ക് ധീരുഭായ് അംബാനിയെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അന്ന് ഫട്ട് എന്നൊരു വണ്ടിയുണ്ട്, ഇപ്പോഴും ഗുജറാത്തിൽ ഓടുന്നുണ്ട്. മുമ്പിൽ ബുള്ളറ്റിൻ്റെ എഞ്ചിനും പുറകിലൊരു ചതുരപ്പെട്ടിയായിട്ട്. അപ്പോൾ ഒരു ഫട്ട് കാണിച്ചിട്ട് പറഞ്ഞു ഇതേ കയറിയാൽ നിങ്ങളൊരു സ്കൂളിൻ്റെ അവിടെ ഇറക്കിയാൽ മതി, അവിടുന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഫട്ടിൻ്റെ പുറകെ ചതുരപ്പെട്ടിക്കകത്ത്, ഞാനല്ല ഇഷ്ടംപോലെ ആൾക്കാർ ഇറങ്ങി, ഓരോ ബസ് സ്റ്റോപ്പിൽ ഇറക്കുമ്പോഴും 2 രൂപ കൊടുത്ത് പോകണം. അങ്ങനെ ഞാൻ സ്കൂളിൻ്റെ അവിടെ ഇറങ്ങി, ഷെയർ പോലെ അവിടെ ചെന്ന് ഇറങ്ങി, ആൾക്ക് പൈസ കൊടുത്ത് അവിടെ ഇറങ്ങിയിട്ട് അവിടെ ഒരു മൂർക്കങ്കടക്കാരുണ്ട് നമ്മുടെ സ്കൂളിൻ്റെ വാതിക്കലൊക്കെ കാണുന്ന പോലെ. ആ ചേട്ടനോട് ഞാൻ ചോദിച്ചപ്പോൾ അയ്യോ മോനെ, ധീരുഭായ് അംബാനിയും കുടുംബവും കുറച്ച് നാൾ മുമ്പ് ഇവിടുന്ന് എല്ലാവരും സ്ഥലം മാറി ബോംബെക്ക് പോയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്കൂള് ധീരുഭായ് അംബാനിയുടെ അപ്പൻ പഠിപ്പിച്ചിരുന്ന സ്കൂളാണ്. പിന്നെ നമ്മുടെ മോഹൻലാൽ പറഞ്ഞ പോലെ അവിടെ നിന്ന് ഒരു പച്ചമണ്ണൊക്കെ വരെ ഞാൻ തിരിച്ചു പോന്നു. പക്ഷേ ഇപ്പോഴും ഞാൻ അവിടെ പോകും. ഞാൻ കഴിഞ്ഞ 6 മാസം മുമ്പ് അവിടെ പോയി.
ഞാനവിടെ പോയാലേ ഈ ധീരുഭായ് അംബാനിയുടെ വീട്ടിൽ പോകും. ആ വീടിപ്പോൾ നമുക്ക് ആർക്കും 2 രൂപ 3 രൂപ പാസ് കൊടുത്താൽ കയറി കാണാം. അങ്ങനത്തെ സിസ്റ്റത്തിൽ അവരവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വലിയ വീടാണ്. ഞാനിപ്പോൾ അവിടെ ചെന്നാൽ ആദ്യം ചെയ്യുന്നത് അതിൻ്റെ മെയിൻ ഡോറ് ഞാനിങ്ങനെ കുറച്ച് നേരം തൊട്ടുകൊണ്ട് നിൽക്കും. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനതിങ്ങനെ തൊടുമ്പോൾ എൻ്റെ മനസ്സ് തന്നെ എന്നോട് പറയും, നീ എവിടെ തൊടണമെന്നറിയോ? ധീരുഭായ് അംബാനി ഒരു 1000 പ്രാവശ്യം തൊട്ട് കണ്ടുകൂടെ, ആ സ്ഥലത്താണ് നീ തുടങ്ങുന്നത്. അത് മതി പിന്നെ ഒരു വർഷത്തേക്ക്. അത്തരമൊരു പാഷൻ എന്തെങ്കിലും അത്ര വേണം. അതിനെ ഭ്രാന്തെന്ന് വിളിച്ചു. അങ്ങനത്തെ ഒരു ഭ്രാന്ത് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനെ സൂക്ഷിച്ച് വെക്കണം എന്ന് പറയാനാണ് എനിക്കിഷ്ടം. അതെ, അങ്ങനെ ഒരു ഭ്രാന്ത് എല്ലാവർക്കും ഉണ്ടാവണം. അത് ചിലപ്പോൾ നല്ലതിനായിരിക്കാം. എന്നെ സംബന്ധിച്ച് നല്ലതിനാണ്. ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തതും ധീരുഭായ് അംബാനി തന്നെയാണ്. ബിസിനസ് ലോകത്ത് തന്നെ എനിക്ക് ഏറ്റവും ബഹുമാനവും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തതും ധീരുഭായ് അംബാനിയാണ്. എൻ്റെ പേഴ്സണൽ ജീവിതത്തിലാണെങ്കിൽ എൻ്റെ അമ്മച്ചിയാണ്. ഈ അമ്മമാർക്കൊരു പ്രത്യേകതയുണ്ട്. എല്ലാ വീട്ടിലെയും എല്ലാ കാര്യങ്ങളും നോക്കുന്ന അപ്പനായിരിക്കും, അല്ലേ? അപ്പൻ കഷ്ടപ്പെടുന്നുണ്ട്, ബുദ്ധിമുട്ടുന്നുണ്ട്, അദ്ദേഹമാണ് പൈസ കൊണ്ടുവരുന്നത്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ആ വീട്ടിൽ ഈ വരുന്നതിനെ മിച്ചം പിടിച്ചും വരുന്നതിനെ കൊണ്ട് എത്തിച്ചും വരുന്നതിൽ നിന്ന് മിച്ചമുണ്ടാക്കിയും വരുന്നത് കൊണ്ട് സന്തോഷം ഉണ്ടാക്കിയും ആ വീടിനകത്തൊരു നിശബ്ദ വിപ്ലവം നയിക്കുന്ന ഒരാൾ അമ്മയാണ്. ഞാനൊക്കെ ഒരു സാധാരണ താഴ്ന്ന ഒരു വീട്ടിൽ ജനിച്ചയാളാണ്. ഞങ്ങളുടെ വിദ്യാഭ്യാസ കാലത്തൊക്കെ ചാച്ചനാണ് കഷ്ടപ്പെടുന്നത്. ചാച്ചൻ്റെ വരുമാനമേ ഉള്ളൂ, പിന്നെ തേങ്ങ കിട്ടിയ വരുമാനമാണ്. ഈ വരുമാനമെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഞങ്ങളെ ഒരു ബാധ്യത വരുത്താതെ എത്തിച്ചുകൊണ്ടിരുന്നത് അമ്മച്ചിയാണ്. അതും ഒരു ബിസിനസ്സാണ്. എൻ്റെ നോട്ടത്തിൽ അതൊരു വലിയ ബിസിനസ്സാണ്. നമ്മുടെ വരവിനനുസരിച്ച് ചിലവ് ചെയ്യുന്ന, ആരും അറിയണ്ട എന്നെ എന്ന് പറഞ്ഞ് ഒതുങ്ങിക്കൂടുന്ന ഒരു നിശബ്ദ വിപ്ലവകാരിയുണ്ട് അവിടെ. എല്ലാ വീട്ടിലും ഒരു പക്ഷേ അങ്ങനെയായിരിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ പേഴ്സണൽ ജീവിതത്തിൽ എൻ്റെ റോൾ മോഡൽ എൻ്റെ അമ്മച്ചിയാണ്. ഫാമിലിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അമ്മച്ചിയെ കുറിച്ച് നമ്മൾ കേട്ടു. ഞാൻ വൈഫും 2 കുട്ടികളുമാണ്. മോള് കല്യാണം കഴിച്ചു. മോളിപ്പോൾ സ്വന്തമായിട്ട് ഒരു ബിസിനസ് ചെയ്യുന്നു. മൂവാറ്റുപുഴയാണ് അവളെ കല്യാണം കഴിച്ചിരിക്കുന്നത്. പിന്നെ മോനിപ്പോൾ MBAക്ക് സിംബയോസിസിൽ പഠിക്കുവാണ്. അതുപോലെ നമ്മുടെ കമ്പനിയിലെ എത്ര സ്റ്റാഫുകളും? ഫ്രഷ് ടു ഹോമിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഫ്രഷ് ടു ഹോം ഉണ്ട്, FTH ഡെയിലി ഉണ്ട്. അങ്ങനെ ഞങ്ങൾ 2 പ്ലാറ്റ്ഫോമിലും കൂടി ഡയറക്റ്റും ഇൻഡയറക്റ്റുമായിട്ട് ഞങ്ങൾക്കിപ്പോൾ 17,000 ആൾക്കാർ നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഫ്രഷ് ടു ഹോമിൻ്റെ ഒരു വലിപ്പം. എന്താണെങ്കിലും ഒരുപാട് നന്ദി സാർ. കാരണം ഇത്ര നേരം നമ്മൾ സംസാരിച്ചത് ഒരിക്കലും ഫ്രഷ് ഹോമിൻ്റെ ബിസിനസ്സിനെ കുറിച്ച് മാത്രമല്ല, സമൂഹത്തിലോട്ടുള്ള സാറിൻ്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ രീതിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, നമ്മുടെ യുവത്വത്തിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാം, അങ്ങനെ നിരവധി കാര്യങ്ങളെക്കുറിച്ച് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ സംസാരിച്ചു. ഇനിയും ഫ്രഷ് ടു ഹോമിന് ഒരുപാട് ഉയർച്ചകൾ എത്തട്ടെ, ഈ ലോകം തന്നെ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് സാർ. അപ്പോൾ എല്ലാ മലയാളി മീഡിയ പ്രവർത്തകർക്കും അതിൻ്റെ പ്രേക്ഷകർക്കും ഫ്രഷ് ടു ഹോമിൻ്റെ എല്ലാവിധ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്.